ഇനി ചില വാർത്തകൾ നോക്കാം. പ്രതിപക്ഷ ഉപനേതൃ സ്ഥാനത്തെ ചൊല്ലിയുള്ള CPI തർക്കം കൂടുതൽ രൂക്ഷമായി പോവുകയാണ്. പിണറായി വിജയനെ രൂക്ഷമായി വിമർശിച്ച CPI നേതൃത്വത്തിന് മറുപടിയുമായി വീണ്ടും CPM രംഗത്ത് വന്നിരിക്കുന്നു. പിണറായിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനാണ് CPIയുടെ നീക്കമെന്നും കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഉപനേതൃ പദവി CPI ആവശ്യപ്പെടുന്നത് എന്നും CPM സെക്രട്ടേറിയറ്റ് അംഗം CN മോഹനൻ വിമർശിച്ചു. തിരുവോണ ദിനത്തിലും CPI പോരിന് കുറവില്ല. പാർട്ടി മുഖപത്രമായ ജനയുഗത്തിലൂടെ പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് CPIക്ക് മറുപടിയുമായി വീണ്ടും CPIM രംഗത്തെത്തിയിരിക്കുന്നത്. പിണറായി വിജയനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനാണ് CPI നീക്കമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CN മോഹനൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ഇന്നുവരെ ഇല്ലാത്ത കീഴ്വഴക്കങ്ങൾ ലംഘിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ ഉപനേതൃ പദവി തങ്ങൾക്ക് വേണമെന്നാണ് CPI ആവശ്യപ്പെടുന്നത്. എന്നും മുന്നണിയിൽ സമ്മർദ്ദതന്ത്രമാണ് ഈ പാർട്ടി സ്വീകരിച്ചു വരുന്നത്. ഇടതുപക്ഷ ഐക്യം വേണമെങ്കിൽ CPIM സഹിച്ചുകൊള്ളണമെന്നാണ് ഇവരുടെ നിലപാടെന്നും CN മോഹനൻ തുറന്നടിച്ചു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ PM ശ്രീയായിരുന്നു ഇവരുടെ വിപ്ലവായുധം. അകത്തുനിന്ന് ആക്രമിച്ച് ഗവൺമെന്റിനെ നാണം കെടുത്തി. അതിന്റെ തുടർച്ച കൂടിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയെന്നും CN മോഹനന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. CPIയുടെ സമ്മർദ്ദതന്ത്രങ്ങൾക്ക് വഴങ്ങേണ്ടതില്ല എന്ന നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് CPIM. CPIയെ അനുനയിപ്പിക്കാനും CPIM മുൻകൈയെടുക്കില്ല. അതേസമയം പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം കൂടിയേ തീരൂ എന്നതാണ് CPIയുടെ നിലപാട്. കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ ശക്തമാക്കാനും CPI തീരുമാനിച്ചിട്ടുണ്ട്. ആവശ്യം അംഗീകരിച്ചില്ല എങ്കിൽ LDF യോഗം ബഹിഷ്കരിക്കുന്നതടക്കമുള്ള കടുത്ത നടപടിയിലേക്ക് പോകണമെന്നാണ് CPIക്കുള്ളിലെ പൊതുവികാരം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.